ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തി. വിജിലൻസ് SP അനിലിൽ നിന്നും വിവരങ്ങൾ തേടുകയാണ്. തുടർച്ചയായ രണ്ടാം ദിവസമാണ് SIT ദേവസ്വം ആസ്ഥാനത്ത് എത്തുന്നത്. സിജോ വി ജോൺ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സിജോ, ഒരു തുടരന്വേഷണം എന്ന നിലയിലാണോ വീണ്ടും SIT സംഘം ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് എത്തുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ എന്താണ്? ഇന്നലെയാണ് ആദ്യമായി ഇത് കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം SIT സംഘം ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തുന്നത്. അതിനുശേഷം അവിടുന്ന് രേഖകൾ ശേഖരിച്ചിരുന്നു. അത് വിശദമായി പരിശോധിക്കുകയാണ്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കൂടുതൽ വിവരങ്ങൾ തേടുന്നതിൻ്റെ ഭാഗമായും കൂടുതൽ രേഖകൾ പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായും അല്പസമയം മുമ്പ് ദേവസ്വം ആസ്ഥാനത്തെത്തിയത്. ഇപ്പോൾ പരിശോധന തുടരുകയാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിലെ 2 പേർ ഇതിലുണ്ടെന്നാണ് നമ്മൾ ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അതോടൊപ്പം തന്നെ കൂടുതൽ ഇടങ്ങളിലേക്ക് ഇതിൻ്റെ പരിശോധനകൾ വ്യാപിപ്പിക്കുകയും ചെയ്യുകയാണ്. ഇപ്പോൾ മരാമത്ത് വിഭാഗത്തിലെ രേഖകളാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അക്കാര്യത്തിലാണ് കൂടുതൽ ചില വ്യക്തതകൾ വരേണ്ടതെന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും കൂടുതൽ അന്വേഷണത്തിലേക്ക് സംഘം കടക്കുകയും ചെയ്യുന്നു. ഇതോടൊപ്പം തന്നെ ദേവസ്വം വിജിലൻസിന് വേണ്ടി റിപ്പോർട്ട് തയ്യാറാക്കിയ SP അനിലിൽ നിന്ന് വിശദാംശങ്ങൾ തേടുകയാണ്. അദ്ദേഹമാണ് ഈ ഉദ്യോഗസ്ഥ വീഴ്ച വ്യക്തമാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരുന്നത്. അക്കാര്യത്തിൽ റിപ്പോർട്ടിൽ കൂടുതൽ വിവരങ്ങൾ തേടുകയാണ് അദ്ദേഹത്തിൽ നിന്ന്. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ അന്വേഷണ സംഘം ഇതിൻ്റെ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായാണ് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് ഈ അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കും എന്നുള്ളൊരു കാര്യമാണ് അറിയിക്കുകയും ചെയ്തിരുന്നത്. എന്തായാലും ഈ പരിശോധനകൾ പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും ഈ പ്രതികളെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക. അത് വൈകാതെ തന്നെ ഉണ്ടാകുന്ന ഒരു വിവരമാണ് നമുക്ക് ലഭ്യമാകുകയും ചെയ്യുന്നത്. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും ഈ സംഘത്തിൻ്റെ പരിശോധന നടക്കുകയാണ്. ഇന്ന് ചെന്നൈയിൽ എത്തിയ ഒരു ജുവലറിയിൽ പരിശോധന നടത്തിയിരുന്നു. UB ഗ്രൂപ്പ് അതിന് കരാർ കൊടുത്ത ശബരിമലയിലെ സ്വർണം പൂശുന്നതിന് കരാർ കൊടുത്ത ജ്വല്ലറിയിലെത്തിയാണ് പരിശോധന നടത്തിയിരുന്നത്. അങ്ങനെ വിവിധയിടങ്ങളിൽ ഒരേ സമയം തന്നെ ഇതിൻ്റെ പരിശോധനകൾ തുടരുകയാണ്. അതിവേഗത്തിൽ തന്നെ ഇത് പൂർത്തിയാക്കി ചോദ്യം ചെയ്യലിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. ഒപ്പം തന്നെ സിജോ, എടുത്തു പറയേണ്ടത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒപ്പം അംഗങ്ങൾ ഇവരെല്ലാം ചേർത്ത് പ്രതിപട്ടിക തയ്യാറാക്കിയിരുന്നു. അപ്പോൾ ഇവരെ വരും ദിവസങ്ങളിൽ ഇവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനുള്ള സാധ്യതയൊക്കെ ഇല്ലേ? അത് വൈകാതെ തന്നെ തുടങ്ങുമെന്നാണ് അറിയുന്നത്. ഈ രേഖകൾ കൃത്യമായി കളക്ട് ചെയ്യുക, അതിനുശേഷം അത് വിശദമായി പരിശോധിച്ചതിന് ശേഷം കൃത്യമായി ചോദ്യാവലി തയ്യാറാക്കി ഇവരെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരിക്കും ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യുക. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് സ്പോൺസർ എന്ന നിലയിൽ ഇവിടെ എത്തുകയും ഈ സ്വർണ്ണപ്പാളിയിൽ കടത്തിക്കൊണ്ടുപോയി അത് തട്ടിയെടുക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യും. അതിനുശേഷമായിരിക്കും ഉദ്യോഗസ്ഥരെ ഓരോരുത്തരായി വിളിക്കുക. അത് ആരൊക്കെ ആദ്യം വിളിക്കുന്നത് സംബന്ധിച്ച് ഒരു കൃത്യമായ ഒരു തയ്യാറെടുപ്പ് അവരുടെ കയ്യിൽ ഉണ്ട് താനും. മുരാരി ബാബുവിനെ ആയിരിക്കും ആദ്യം വിളിക്കുക. മുരാരി ബാബുവാണ് ഈ സ്വർണ്ണപ്പാളികൾ ചെമ്പാണെന്ന് ആദ്യം രേഖപ്പെടുത്തുന്നത്. അതിനുശേഷം ഈ ഉത്തരവിൽ മാറ്റം വരുത്തിയത് അന്നത്തെ സെക്രട്ടറിയായ ജയശ്രീയാണ്. ജയശ്രീ ഇത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ അവിടെ കൊണ്ടുപോകണം എന്നുള്ള ഒരു ഉത്തരവ് അത് തിരുത്തി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ സ്വർണ്ണപ്പാളികൾ കൊടുത്തു വിടണമെന്ന് തിരുത്തി എഴുതിയത് ജയശ്രീയാണ്. അതോടൊപ്പം തന്നെ അതിന് ചുമതലയുണ്ടായിരുന്ന തിരുവാഭരണ കമ്മീഷണർമാരുണ്ട്. ബൈജു ആണ് ആദ്യഘട്ടത്തിൽ തിരുവാഭരണ കമ്മീഷണറായി ചെയ്തിരുന്നത്. ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്ന സമയത്ത് ബൈജു അവിടെ എത്തി അത് കൃത്യമായി പരിശോധിക്കേണ്ടിയിരുന്നു. പക്ഷെ അദ്ദേഹം അവിടെ എത്തുകയോ അതിന്റെ മഹസറുകളിൽ കൃത്യമായ ഒരു കാര്യം വിവരങ്ങൾ രേഖപ്പെടുത്തുകയോ ചെയ്തിരുന്നില്ല. അതാണ് ബൈജുവിനെതിരെ ഉണ്ടായിരുന്ന ആരോപണം. അതോടൊപ്പം തന്നെ അതിനുശേഷം ബൈജുവിന് ശേഷം വന്ന തിരുവാഭരണ കമ്മീഷണറായ രാധാകൃഷ്ണനാണ് ചെന്നൈയിൽ സ്മാർട്ട് ക്രിയേഷൻ ഓഫീസിലെത്തി ഇതിന്റെ പണികൾ കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ കണക്കുകൾ ശേഖരിക്കുന്നത്. അന്ന് ഈ സ്വർണ്ണപ്പാളിയിൽ ഉണ്ടായ തൂക്ക വ്യത്യാസം അതിനെ കൃത്യമായി രേഖപ്പെടുത്തുകയോ അത് ദേവസ്വം ബോർഡിനെ അറിയിക്കുകയോ ചെയ്തിരുന്നില്ല. അന്ന് അത്തരത്തിൽ വിവരങ്ങൾ രേഖപ്പെടുത്തിയതെങ്കിൽ ഇത് തട്ടിപ്പ് നടന്നു എന്ന വിവരം നേരത്തെ തന്നെ അറിയാമായിരുന്നു. പക്ഷെ അത് ആ കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നുള്ളതായിരുന്നു രാധാകൃഷ്ണനെതിരായിട്ടുള്ള പരാതികൾ ഉണ്ടായിരുന്നത്. അത്തരത്തിൽ ഓരോ ഉദ്യോഗസ്ഥരുടെയും വീഴ്ചകൾ അക്കമിട്ട് നിർത്തിക്കൊണ്ടായിരുന്നു ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ റിപ്പോർട്ടിന്റെയും ഇപ്പോൾ ലഭിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഓരോ ഉദ്യോഗസ്ഥരെയും പിന്നീട് പ്രത്യേകം ചോദ്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും അന്നത്തെ ദേവസ്വം ബോർഡ് മെമ്പേഴ്സ് ആയിട്ടുണ്ടായിരുന്ന ആളുകൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാർ എന്നിവരിൽ നിന്ന് ഉൾപ്പെടെ അവരെ ചോദ്യം ചെയ്യുകയും ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുക. എന്തായാലും അതിവേഗം തന്നെ അന്വേഷണ സംഘം അതിന്റെ നടപടികൾ പൂർത്തീകരിക്കുകയാണ്. ഈ രേഖകൾ കൃത്യമായി പഠിച്ചതിന് ശേഷമാണ് അടുത്ത ഘട്ടത്തിലേക്ക് പോവുക, പ്രതികളെ ചോദ്യം ചെയ്യലിലേക്ക് പോവുക. നമുക്ക് ലഭിക്കാവുന്നതിനനുസരിച്ച് കൃത്യമായ തെളിവുകളിലേക്ക് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ ചോദ്യം ചെയ്യലിൽ അതുമായി ബന്ധിക്കുന്ന സമ്മതിക്കുന്ന കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന നടപടികൾ ഉൾപ്പെടെ കാര്യങ്ങളിലേക്ക് സംഘം കടക്കുകയും ചെയ്യും.